നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ നമ്മൾ ലൈഫിലെ ബിഗ് മൊമെന്റ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. സംഭവിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാമല്ലോ. വാട്ട് ഇഫ് ദ ഹാപ്പിനെസ് ഈസ് ഇൻ ദ സ്മോൾ മൊമെന്റ്സ്? നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് മിസ്സായി പോകുന്ന ഒരുപാട് സ്മോൾ മൊമെന്റ്സ് ഉണ്ട്. വി കുഡ് ബി മിസ്സിങ് എ ലോട്ട് ഓഫ് തിങ്സ് അങ്ങനെയാണെങ്കിലല്ലേ. ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ കുറേ കിളികളുടെ ശബ്ദമുണ്ട്. ഇതൊക്കെ ആക്ച്വലി വാട്ട് എ ബ്യൂട്ടിഫുൾ മൂമെന്റ് ദീസ് ആർ. അപ്പോൾ ഇതുപോലെയുള്ള സ്മോൾ മൊമെന്റ്സ് നിങ്ങൾ മിസ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. എന്താന്ന് വെച്ചാൽ ലൈഫ് ഓഫൻ ഫീൽസ് ലൈക്ക് എ കോൺസ്റ്റന്റ് ചേസ്. നമ്മൾ എന്തിൻ്റെയൊക്കെയോ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിക്കുന്നു, നമ്മൾ ബെറ്റർ മാർക്സിന്റെ പുറകെ പോകുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ബെറ്റർ ജോബ്സിന്റെ പുറകെ പോകുന്നു, അത് കഴിഞ്ഞ് നമ്മളൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഓട്ടത്തിന്റെ ഇടയിൽ നമ്മൾ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇവൻ ബിഫോർ അവർ ഫീറ്റ് ടച്ച് ദ ഗ്രൗണ്ട് അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ആ റേസിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവൻ നമ്മുടെ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മൈൻഡ് എവിടേക്കോ എത്തി. നമ്മളെ പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. But the truth is, this is never ends. അപ്പോൾ നമ്മളെ ഇതിൻ്റെയൊക്കെ പുറകെ ഓടാൻ വേണ്ടി ആരൊക്കെയോ നമ്മളെ പ്രോഗ്രാം ചെയ്തു. That's what we are doing right now. We are running after something. Are we enjoying life? That's a question. സോ അതാണ്, നമ്മൾ പലയിടത്തും നമ്മൾ ഫിസിക്കലി പ്രസന്റ് ആണെങ്കിൽ പോലും നമ്മുടെ മൈൻഡ് എവിടേക്കോ അല്ലേ. ടു സ്ലോ ഡൗൺ ഇൻ ലൈഫ്. നമ്മൾ ഈ സ്മോൾ മൊമെന്റ്സ് എൻജോയ് ചെയ്യുമ്പം ഉണ്ടാവുന്ന പ്രധാന ഗുണം എന്താണെന്നറിയോ? നമ്മൾ ആ മൊമെന്റിലേക്ക് എത്തും. നമ്മളവിടെ ഫിസിക്കലി ആൻഡ് മെന്റലി പ്രസന്റ് ആവും. ഡെഫിനറ്റ്ലി നമ്മുടെ സ്ട്രെസ് ഒന്ന് റിലീസ് ആവും. ദ കണക്ഷൻ വി മേക്ക് വിത്ത് അതർ പീപ്പിൾ അത് ബെറ്റർ ആവും. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ പോലും അവൻ ഫുൾ ടൈം മൊബൈലിലാണെന്ന് പറയില്ലേ. അപ്പം അതാണ്, നമ്മൾ ആ മൊമെന്റിൽ നിന്ന് കട്ടായി പോവാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ ചെറിയ തമാശകൾ പോലും പൊട്ടിച്ചിരിക്കും. ആ മൊമെന്റ്സ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യുവാണ്. അതൊന്നും അത്ര വലിയ കാര്യങ്ങളായിരിക്കണമെന്നില്ല. ലൈഫ് ഈസ് സിമ്പിൾ മാൻ, വി ജസ്റ്റ് ഹാവ് ടു ലിവ് ഇറ്റ്. നിങ്ങൾ നേടിയ സർട്ടിഫിക്കറ്റ്സും പൈസയുടെ കണക്കും ബിഗ് അച്ചീവ്മെൻറ്റ്സും എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ പോകുന്നത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മൾ ചെലവിട്ടിട്ടുള്ള സ്മോൾ മൊമെന്റ്സും അതുപോലത്തെ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്ത് സന്തോഷിക്കാൻ പോകുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഇവൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ പോലും തെറ്റില്ല. പഠിക്കാൻ പോയ സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു സാർ പറഞ്ഞു തന്ന ഒരു സ്റ്റോറി ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഇതുമായിട്ട് വലിയ കണക്ഷൻ ഇല്ല എങ്കിലും ഞാൻ പറയാം. സപ്രസ്ഡ് ഇമോഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരാൾ, അയാളുടെ വീടിൻ്റെ അടുത്തൊരു എല്ലാവരും കൊണ്ട് വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്ന അതുപോലത്തെ ഒരു പറമ്പുണ്ട്. ഇയാൾ ഈ സ്ഥലം വാങ്ങിച്ചിട്ട് ഈ കാടും പടലും എല്ലാം വെട്ടി വൃത്തിയാക്കി, എല്ലാം ക്ലീനാക്കി, കംപ്ലീറ്റ് ഒരു JCB ഒക്കെ കൊണ്ടുവന്ന് ഫുള്ള് ക്ലീനാക്കി. എന്നിട്ട് ഇയാൾ തിരിച്ച് വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഇയാൾ അതിൻ്റെ മുമ്പിലൂടെ നടക്കാൻ ഇറങ്ങി. അപ്പോൾ ഇയാൾ നോക്കിയപ്പം ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിൽ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ അത് പിടിച്ചിങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലെയർ തന്നെ അടിയിലേക്ക്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ വീണ്ടും കുറേ ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി ഇതെല്ലാം ക്ലീൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ വന്നിട്ട് അയാൾ വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഇയാൾ ഈ സെയിം റൂട്ടിൽ നടക്കാൻ ഇറങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ്. ഇയാൾ അതുപോലെ തന്നെ ചെയ്തു. അതുപോലെ തന്നെ വീണ്ടും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലെയർ അടിയിലേക്ക്. ഈ ലെയർ ക്ലീൻ ചെയ്ത് ഒരു 2-3 ലെയർ പ്ലാസ്റ്റിക് അടിയിലേക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പം പറമ്പ് ക്ലീനായി, ഈ ഗ്രൗണ്ട് ക്ലീനായി. ഇവിടെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ നട്ട് പിടിപ്പിച്ചാൽ അത് വളരും, അല്ലെങ്കിൽ എന്ത് പറ്റും, അത് വളരില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. ഒരുപാട് സപ്രസ്ഡ് ഇമോഷൻസ് എല്ലാം നമ്മുടെ മൈൻഡിൽ കിടക്കുവാണ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റി ആദ്യം അതൊന്ന് ക്ലീൻ ആക്കിയാൽ മാത്രമേ നമുക്ക് അതിന് മുകളിൽ എന്തെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഫാക്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.